സോ കീം 2025 പുതിയ റാങ്ക് ലിസ്റ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ വ്യത്യാസങ്ങളാണ് സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ 400 റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് 1000 റാങ്കായി, 10000 റാങ്ക് കിട്ടിയ ഒരു 14000 റാങ്കായി, അങ്ങനെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ 2 പാർട്ടാണ്. ആദ്യത്തെ ഭാഗത്തിൽ ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഒന്ന് വ്യത്യാസം കാണിച്ചു തരാം. ശേഷം റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് കേൾക്കുക. റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു കുട്ടിയായാലും ഇത് കേൾക്കുക. ഇനി അടുത്ത വർഷം കീം എഴുതാൻ പോകുന്നവരായിക്കോട്ടെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ 30,000 റാങ്ക് ആയിരുന്നു പുതിയ പ്രോസ്പെക്ടസ് പ്രകാരം 5:3:2 എന്ന റേഷ്യോയിൽ എടുത്തപ്പോൾ കിട്ടിയത്. 38,000 ആയി മാറി. 8000 ഡിഫറൻസ്, വലിയൊരു വ്യത്യാസമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്കിൻ്റെ നോക്കാം. 287 ഉണ്ടായിരുന്ന ആ മാർക്ക് നേരെ പോയിട്ട് 260, അപ്പോൾ 25 മാർക്കോളം കുറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് കുറച്ച് ബ്ലറാണ്. ഇവിടെ 33,000 ആണ്, അത് 37,000 ആയി. നിങ്ങൾക്ക് അത് നോക്കാം. 254 +2 സ്കോർ, 15 മാർക്ക് കുറഞ്ഞ് 239 ആയി. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു സ്റ്റുഡൻറ്റ് നോക്കുകയാണെങ്കിൽ 28,000 റാങ്ക്, ആദ്യം 23,000 റാങ്ക്, അത് 28,000, ഒരു 5000 ഡിഫറൻസ്. +2 മാർക്ക് നോക്കുകയാണെങ്കിൽ ഒരു 22 മാർക്കിൻ്റെ കുറവാണ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി നോക്കേണ്ട ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും റാങ്ക് ലിസ്റ്റാണ് ഉള്ളത്. അടുത്ത് നോക്കുമ്പോൾ 25,000, ജസ്റ്റ് നോക്കുക, 25,000 കിട്ടിയ ഒരു കുട്ടിക്ക് റാങ്ക്, ആദ്യം 19,000 കിട്ടി. ആ കുട്ടിയുടെ റാങ്ക് പിന്നെ മാറിയത് 25,000. അങ്ങനെ ഇതേപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ, 400 റാങ്ക് കിട്ടിയവരൊക്കെ 1000 റാങ്കായി, അങ്ങനെ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ നമ്മളിതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് റാങ്ക് വെച്ചൊരു കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഞാൻ കാണിക്കുന്ന ബോട്ടം നോക്കാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോളേജ് ദോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ലിസ്റ്റുകൾ അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു കോളേജ് ലിസ്റ്റ് ഉണ്ടാക്കുക. എല്ലാവർക്കും ലാസ്റ്റ് റാങ്ക് PDF യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വാട്സപ്പ് ഈ ബോട്ട് യൂസ് ചെയ്യുക. ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. കോളേജ് റിവ്യൂ ഒക്കെ ഉണ്ട്. സോ താങ്ക് യു. അപ്പോൾ നമ്മളിനി സംസാരിക്കുമ്പോൾ ഇത് ആരുടെ മിസ്റ്റേക്കാണ് നമ്മളൊന്ന് ആലോചിക്കാം. ഞാനൊരു സാധാരണ ഒരു കേസ് പറയാം. നമുക്ക് കീമിൻ്റെ മുൻപേ തരുന്നൊരു സാധനമാണ് പ്രോസ്പെക്ടസ്. അതിലെല്ലാ റൂൾസും ഗൈഡ് ലൈൻസും എഴുതിയിട്ടുണ്ടാവും. അതിൽ പ്രകാരമായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാറ്. അങ്ങനെ ആദ്യമേ റാങ്ക് ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സ് കറക്റ്റ് ടൈമിൽ നടക്കുമായിരുന്നു. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അൺവാണ്ടഡ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല. അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പോൾ ഒരു സാധനം നിങ്ങളടുത്ത് ഒരാൾ പറയുകയാണ്, നിങ്ങൾ നല്ലോണം പോലെ സാധാരണ രീതിക്ക് ജീവിച്ചു പോവാണ്. ഓക്കെ, സാധാരണ ജീവിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഒരാൾ വലിയൊരു ഗിഫ്റ്റ് തരാമെന്ന് പറയണം. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ഗിഫ്റ്റ് തരാതെ ആവുമ്പോൾ ആ ഗിഫ്റ്റിനെ സ്വപ്നം കാണുന്ന അവസ്ഥ. അതേപോലെ ഒരുപാട് കുട്ടികൾ ആ പുതിയ പ്രോസ്പെക്ടസ് പ്രകാരം 5:3:2 ഒരു റാങ്ക് ലിസ്റ്റ് കൊടുത്തപ്പോൾ അൺവാണ്ടഡ് എക്സ്പെക്റ്റേഷൻസ് അവർക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. എന്നുവെച്ചാൽ കുട്ടികൾ അൺവാണ്ടഡായി ചിന്തിച്ചു പോവാം. ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ പറയാം ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 4000 റാങ്കുള്ളൊരു കുട്ടി, അവൻ്റെ റാങ്ക് ഇപ്പോൾ ചിലപ്പോൾ 8000, 9000 ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കുട്ടി 4000 വെച്ചിട്ടുള്ള കോളേജുകൾ സ്വപ്നം കണ്ടിരുന്നു. പെട്ടെന്ന് 9000 ആകുമ്പോൾ വലിയൊരു ട്രോമ അവിടെ സംഭവിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോൾ ആരുടെ മിസ്റ്റേക്കാണെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് CBSE എന്നല്ല പ്രശ്നം. കാരണം നമ്മളൊരു പ്രോസ്പെക്ടസ് പറഞ്ഞാൽ അത് മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ പ്രോസ്പെക്ടസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ റൂൾ ചെയ്യായിരുന്നു. പുതിയ ഫോർമുല മറ്റേതൊന്നും കൊണ്ടുവരാതെ ആ +2ൻ്റെ മാർക്ക് അങ്ങോട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ഒഴിവാക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഒഴിവാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രൻസ് കിട്ടണമെങ്കിൽ എൻട്രൻസിന് പഠിക്കുക. ഇപ്പോൾ ഒരു കീം റിപ്പീറ്റ് ചെയ്യാൻ കുട്ടിയും പോകുന്ന കുട്ടിയും നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയും തമ്മിൽ 2 വ്യത്യാസം എന്ന് വെച്ചാൽ, കീം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിക്ക് എന്ത് ചെയ്യുകയാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ അവൻ ആദ്യം ചിന്തിക്കും +2 മാർക്ക് നല്ല കുറവാണ്, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരം ചില കുട്ടികൾ +2 മാർക്ക് ഉണ്ട്, അടുത്ത വർഷം കീം എഴുതുമ്പോൾ +2 മാർക്ക് ഉള്ള വെച്ചിട്ട് കീമിനും റാങ്ക് അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. പറഞ്ഞു വരുന്ന പറഞ്ഞാൽ ഈ +2 മാർക്ക് ഒഴിവാക്കിയും കൊണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ പേരിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമോ വരില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനത്തെ വേറെ ഇൻഫോർമേഷനും കാര്യങ്ങളൊന്നും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ +2 മാർക്ക് ഒഴിവാക്കിയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി കോൺട്രവേഴ്സി ഇൻ അപ്കമിങ് ഇയേഴ്സ്. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളാണ് ഇതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് കാരണം ഇന്നലെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻ ആസ് പണ്ടത്തെ ഒരു കീം ആസ്പിറൻ്റ് ആയ ഒരു രീതിയിൽ നല്ല രീതിക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം ഇത്രയും നമ്മൾ അൺവാണ്ടഡ് എക്സ്പെക്റ്റേഷൻസ് ആണ് നമ്മളെ
പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഈ റാങ്ക് ഇന്നലെ വന്ന പഴയ പ്രോസ്പെക്ടസ് പ്രകാരം വന്ന റാങ്കാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, വിഷമം ഉണ്ടെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി പെട്ടെന്ന് ആ ഒരു റാങ്കിന് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കി തരാനാണ്. അപ്പോൾ ഇനി റാങ്ക് ലിസ്റ്റ് മാറില്ല ഒരു ഇൻഫർമേഷനും കറൻ്റ്ലി ഇല്ല. അപ്പോൾ നിങ്ങൾ കോളേജ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിരിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, ഈ ഒരു റാങ്ക് ലിസ്റ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നത്, പക്ഷേ ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു.